അസ്സലാമലൈക്കും ഡിയേഴ്സ്, വെൽക്കം ടു എ മിനി വ്ളോഗ്. ഞങ്ങളിന്നൊരു ചെറിയ ഔട്ടിങ്ങിന് പോവുകയാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും മക്കളും എൻ്റെ സിസ്റ്ററും സിസ്റ്ററുടെ മോനും. ഞങ്ങൾ ഒലിച്ചി വാട്ടർഫാൾസിലേക്ക് പോവുകയാണ്. അതെ, അപ്പം അവൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഒലിച്ചി വാട്ടർഫാൾസിലേക്ക് പോവുകയാണ്. ഒലിച്ചി വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് തള്ളിയാണ്. ഇവിടെ തളിക്കടുത്ത് 2 വാട്ടർഫാൾസ് ഉണ്ട്. അത് രണ്ടും ഒലിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ്. 2 ഒലിച്ചിയുണ്ട്. അതായത് ഒന്ന് വരവൂർ ഒലിച്ചിയും ഒന്ന് ദേശമംഗലം ഒലിച്ചിയും. ഞങ്ങൾ ഇന്ന് പോകുന്നത് ദേശമംഗലം ഒലിച്ചിലുള്ള ഒരു ഹിഡൻ വാട്ടർഫാൾസിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ആ പോകുന്ന വഴിയെല്ലാം കാണാൻ ഒരു പാടത്തിൻ്റെ സൈഡിലൂടെ ആയിട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അധിക ദൂരമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ അങ്ങോട്ടേക്ക്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തി. അധികം തിരക്കൊന്നുമില്ല കേട്ടോ, ആളുകളൊന്നുമില്ല. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഞങ്ങളുടെ ഒരു കസിനും അവിടെ ഉണ്ടായിരുന്നു. യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയതാണ്. അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരും ഞങ്ങളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറയുന്നല്ലോ ഇതൊരു ഹിഡൻ വാട്ടർഫാൾസ് ആണെന്ന്. അതുകൊണ്ട് അധികം ആൾക്കാരൊന്നും അധികം എത്തിപ്പെടാറില്ല ഈ സ്ഥലത്തേക്ക്. പക്ഷേ അവിടുത്തെ വ്യൂ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഭയങ്കര ഡേഞ്ചറൊന്നുമില്ല, ഒത്തിരി ഓവർ വെള്ളമൊന്നുമില്ല. നമുക്ക് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. നല്ല രീതിയിൽ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളം ഉണ്ടേനും, എന്നാൽ കുട്ടികൾക്കൊന്നും അത്ര ഡേഞ്ചർ അല്ല. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഭയങ്കര കളിയാണ്. ഞാനും അതിൻ്റെ ഇടയ്ക്കൊന്ന് പോസ് ചെയ്യാൻ മറന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫണ്ണ്. കുട്ടികളൊക്കെ ഇവിടെ തകൃതിയായി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ റെസ്ട്രിക്ഷൻ വെച്ചിട്ടില്ലല്ലോ. അല്ലെങ്കിൽ എപ്പോഴും വെള്ളത്തിലേക്ക് വിടുമ്പോൾ നോക്കണം, സൂക്ഷിക്കണം, ഡേഞ്ചറാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് എപ്പോഴും തടസ്സം പറയാറാണല്ലോ. പക്ഷേ ഇത് അവർ മുങ്ങുന്നു, നീന്തുന്നു, കളിക്കുന്നു, ആകെ ഹാപ്പി ആയിരുന്നു അവർ. അത് കണ്ടോ, കിടക്കുന്നത് കണ്ടോ, ഓരോരുത്തർ ഏതൊക്കെ സ്റ്റൈലാണ് നീന്തേണ്ടതെന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഒത്തിരി ഹാപ്പി ആയിരുന്നു അവരൊക്കെ. അവർക്ക് തിരിച്ചു പോരാനായിരുന്നു അവിടുന്ന് മടി. ഞങ്ങൾ കുറേ വിളിച്ചിട്ടാണ് അവർ വന്നത്. ഭയങ്കര രസമായി നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പാട്ട് പാടുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് കളിക്കുന്നുണ്ട്. ആകെ മൊത്തം വൈബ്. എന്താണെങ്കിലും സ്ഥലം പൊളിയാണ്. അവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കല്ലുകളുണ്ട്, പാറ കല്ലുകളുണ്ട്. അപ്പോൾ അതിൽ വെള്ളം തട്ടിയുള്ള ഒരു വഴുക്കലുണ്ടാവും. അപ്പോൾ അത് മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി. ബാക്കി എല്ലാ കാര്യത്തിലും അവിടെ സേഫാണ്. വെള്ളമൊക്കെ നല്ല പാകത്തിനുള്ള വെള്ളവും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഏരിയ ഒക്കെ ആയിട്ട് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും താത്തയും കൂടി ഒന്ന് ചെറിയ രീതിയിലൊരു ഫോട്ടോ ഷൂട്ടൊക്കെ നടത്തി ഒരു വീഡിയോ ഒക്കെ എടുത്ത് റീൽസൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഏരിയയിലും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിഡൻ പ്ലേസസ് ഉണ്ടാവില്ലേ? അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ മിനി ഔട്ടിംഗ് വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതും വരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.